ഇതാണ് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ വംശാവലി. ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് കാണുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ആദം ഹവ്വയിൽ നിന്നാണ് ഈ വംശാവലി ആരംഭിക്കുന്നതെന്ന് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാം. പക്ഷേ ഈ രണ്ടുപേരെയും കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, വിലക്കപ്പെട്ട ഫലം കഴിച്ചതിന് ശേഷം അവർക്ക് 3 മക്കൾ ജനിച്ചു. നമുക്കറിയാവുന്നതുപോലെ അതിൽ മൂത്ത മകനായ കായീൻ അസൂയ കാരണം രണ്ടാമത്തെ മകനായ ഹാബേലിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെ ചെയ്തത് കാരണം ദൈവം അവനെ നാട് കടത്തി. അവൻ വേറൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ അവന് സന്തതികൾ ജനിച്ചു. അവൻ്റെ സഹോദരിമാരിൽ ഒരാളെ തന്നെയാണ് അവൻ കല്യാണം കഴിച്ചത്. കായീൻ ആരെയാണ് കല്യാണം കഴിച്ചത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? അതിനെക്കുറിച്ച് പ്രത്യേക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐക്കാർഡിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത് കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ സംശയം മാറും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ആദമും ഹവ്വയും രണ്ടാമത്തെ മകനെ ചൊല്ലി വിഷമിച്ചു. അതിനുശേഷം അവർക്ക് മൂന്നാമത്തെ ഒരു മകൻ കൂടി ജനിച്ചു. അവൻ്റെ പേരാണ് ഷേത്ത്. എന്നാൽ ഈ മൂന്നാമത്തെ മകനെക്കുറിച്ച് ഹവ്വ എന്താണ് പറയുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ചേ. കായീൻ ഹാബേലിനെ വധിച്ചത് കൊണ്ട് അവന് പകരമായി ദൈവം എനിക്ക് മറ്റൊരു ശിശുവിനെ തന്നിരിക്കുന്നു എന്നവൾ പറഞ്ഞു. ഇതിൽ രസകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഷേത്ത് എന്ന പേരിൻ്റെ അർത്ഥം നിയമിക്കപ്പെട്ടവൻ എന്നാണ്. നിയമിക്കപ്പെട്ടവൻ എന്നതിൻ്റെ മറ്റൊരു എബ്രായ പദം മിഷിഹ എന്നാണ്. ഗ്രീക്കിൽ അതിന് ക്രിസ്തു എന്നാണ് അർത്ഥം. ഈ ഷേത്തിൽ നിന്ന് 7 തലമുറകൾക്ക് ശേഷമാണ് നോഹ ജനിക്കുന്നത്. നോഹയ്ക്ക് 3 ആൺമക്കളുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഷേത്തിനെ കുറിച്ച് ഹവ്വ പറയുന്ന രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാള ബൈബിളിൽ അത് വ്യക്തമായിട്ട് തർജ്ജമ ചെയ്തിട്ടില്ല. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഷേത്ത് നിയമിക്കപ്പെട്ട ഒരു വിത്താണ് എന്ന്. മലയാളത്തിൽ എനിക്ക് ദൈവം മറ്റൊരു മകനെ തന്നു എന്ന് മാത്രം പറയുന്നത് കൊണ്ട് അത് അത്ര വലിയ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷേ അതിന് ശരിക്കും ആഴമേറിയ അർത്ഥമുണ്ട്. ദൈവം ആദം ഹവ്വയോട് നന്മത്തിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന മരത്തിൽ നിന്ന് ഫലം കഴിക്കരുത് എന്ന് തീർത്തു പറഞ്ഞു. എന്നാൽ ജീവവൃക്ഷം എന്ന് പറയുന്ന മറ്റൊരു വൃക്ഷം കൂടി അവിടെ ഉണ്ടായിരുന്നു. അത് തിന്നുകഴിഞ്ഞാൽ ഒരിക്കലും മരിക്കില്ല. അവർക്ക് ഈ ജീവവൃക്ഷത്തിൽ നിന്ന് കഴിക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ അവർ മറ്റേ മരത്തിൻ്റെ ഫലമാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് മനുഷ്യവർഗത്തിന് മരണം വന്നത്. എന്നാൽ മരണത്തിൻ്റെ ഈ ശാപം തകർക്കുന്ന ഒരു വിത്ത് ഹവ്വയിൽ നിന്ന് വരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അങ്ങനെ ഹവ്വ ഷേത്തിനെ പ്രസവിച്ചപ്പോൾ ഷേത്ത് ലോകത്തിന് നിത്യജീവൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് അവൾ വിശ്വസിച്ചതുകൊണ്ട് അവൾ അവനെ നിയമിക്കപ്പെട്ട വിത്ത് എന്ന് വിളിച്ചു. പക്ഷേ മനുഷ്യവർഗം കൂടുതൽ വഷളാകാൻ തുടങ്ങി. അതിനുശേഷം നോഹയുടെ സമയത്ത് ജലപ്രളയം ഉണ്ടായത് എല്ലാവർക്കും തന്നെ അറിയാം. മനുഷ്യവർഗം ഭയങ്കര ദുഷ്ടന്മാരായതുകൊണ്ട് ഭൂമിയെ ദൈവം വെള്ളം കൊണ്ട് ശിക്ഷിച്ചു. പക്ഷേ ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിച്ചതിന് വളരെ ആഴമേറിയ ഒരു കാരണമുണ്ട്. അത് സത്യത്തിൽ ഒരുതരം വിചിത്രമായൊരു കാര്യമാണ്. നിങ്ങളതിനെ എങ്ങനെ കാണുന്നു എന്നതിനപേക്ഷിച്ചാണിത്. ഭൂമിയെ വെള്ളം കൊണ്ട് നശിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് ബൈബിൾ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യവതികൾ എന്ന് കണ്ടതുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അവർ വിവാഹം ചെയ്തു. ദൈവത്തിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് മഴ പെയ്ക്കാനുള്ള കാരണം ഇതാണ് എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ ഷേത്തിൻ്റെ സന്തതികളാണെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ട്. അതായത് ഷേത്തിൻ്റെ പുത്രന്മാർ കയീൻ്റെ പുത്രിമാരെ കല്യാണം കഴിച്ചു എന്നാണ്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞാൽ വീണുപോയ ദൂതന്മാരെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ്. അവർ മനുഷ്യ സ്ത്രീകളെ ഭാര്യമായിട്ട് എടുത്തതുകൊണ്ട് പകുതി മനുഷ്യരായിട്ടുള്ള സന്തതികൾ ജനിച്ചു. അവരെയാണ് നെഫലീംസ് എന്ന് പറയുന്നത്. നിയമിക്കപ്പെട്ട വിത്തിൻ്റെ സന്തതി മലിനമായി. അങ്ങനെ ദൈവം ഭൂമിയെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൽ മലിനമാകാത്ത കുറച്ചുപേരെ ദൈവം സംരക്ഷിച്ചു. നോഹയും അവൻ്റെ മക്കളും കൂടെ അവരുടെ ഭാര്യമാരും ഉണ്ടായിരുന്നു. നോഹയുടെ 3 പുത്രന്മാരിലൂടെയാണ് ലോകത്തിലുള്ള ജനതകൾ ജനിച്ചതെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് യാഫേത്തിന് യാവാൻ എന്നൊരു മകൻ ജനിച്ചു. ഗ്രീക്കുകാർ അവൻ്റെ സന്തതികളാണ്. ഹാമിന് ഈജിപ്റ്റ് എന്നൊരു മകൻ ജനിച്ചു. ഈജിപ്തുകാരുടെ പിതാവായി അവൻ മാറി. ഷേമിന് അർപ്പക്ഷാദ് എന്നൊരു മകൻ ജനിച്ചു. ഈ അർപ്പക്ഷാദിന് പേരെ 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 പേരെക്കുട്ടി ജനിച്ചു. അവൻ്റെ പേരാണ് തേരഹ്. തേരഹിനെ കുറിച്ചുള്ള രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അവൻ്റെ അപ്പനായ നാഹോറിനെ പോലെ തന്നെ അവനും വിഗ്രഹത്തെ ആരാധിക്കുന്നവനായിരുന്നു എന്ന് യോശുവയുടെ പുസ്തകം പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ആരും തന്നെ ഏകസത്യ ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ട് ബൈബിൾ ഒരു സൂചനയും തരുന്നില്ല. അവൻ്റെ മുതുമുത്തശ്ശനായ നോഹ ഈ തേരഹിൻ്റെ സമയത്തും ജീവനോടെ ഉണ്ടായിരുന്നു എന്നും ഭൂമിയെ ജലപ്രളയം കൊണ്ട് നശിപ്പിച്ച ദൈവത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ബൈബിൾ പറയുന്നുണ്ട്. ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അവരത് വലിയ കാര്യമാക്കിയില്ലായിരുന്നു. അന്നത്തെ ആളുകൾ പ്രത്യക്ഷതയിൽ നിങ്ങളും എന്നെക്കാളുമൊക്കെ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഇതുവരെയുള്ള എല്ലാവരെയും യേശുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലിയെക്കുറിച്ചുള്ള ഒരു ഭാഗം കാണാം. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിലും ഇതേപോലൊരു വംശാവലി കാണാൻ പറ്റും.
എന്നാൽ ഈ രണ്ട് വംശാവലികളിലും ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യത്തേത് യേശുവിൻ്റെ സന്തതിയുടെ ഒരു ഭാഗം മാത്രമേ മത്തായി രേഖപ്പെടുത്തിയിട്ടുള്ളൂ എന്നതാണ്. നാം ഇപ്പോൾ കണ്ട ഇത്രയും ആളുകളുടെ പേര് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. സത്യത്തിൽ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഇരട്ടി പേരുകൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തേത്, രണ്ട് വംശാവലികളിലും ഒരേ പേരുകളെ പട്ടികപ്പെടുത്തുന്നുണ്ട്, എന്നാൽ തികച്ചും വ്യത്യസ്തമായ പേരുകളും പട്ടികപ്പെടുത്തുന്നുണ്ട്. എന്നിട്ടും എങ്ങനെയോ യേശുവിൻ്റെ ഭൂമിയിലെ അപ്പനായ യോസഫിലേക്ക് കൊണ്ടുപോകുന്നു. സാങ്കേതികമായിട്ട് നോക്കിയാൽ യോസഫിനും യേശുവുമായി യാതൊരു ബന്ധവുമില്ല. ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും, അല്ലേ? ചിലപ്പോൾ മത്തായിയോ ലൂക്കോസോ ആരെങ്കിലും യേശുവിൻ്റെ വംശാവലിയെ തെറ്റായിട്ട് എഴുതി കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നാം വിചാരിക്കും, അല്ലേ? ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് പറയാം. മാത്രമല്ല, യേശുവിൻ്റെ വംശാവലി അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. ഈ സംശയങ്ങളെല്ലാം മാറണമെങ്കിൽ അതിനുള്ള ഏക വഴി ക്രിസ്തുവിൻ്റെ വംശാവലിയെക്കുറിച്ച് വിശദമായി നോക്കുക എന്നതാണ്. തേരഹിൻ്റെ 3 ആൺമക്കളെക്കുറിച്ച് നോക്കിക്കേ. ഹാരാൻ, അബ്രാം, പിന്നീട് അബ്രഹാം എന്ന് പേര് മാറ്റി. അടുത്തത് നാഹോർ. ഈ പുത്രന്മാരിൽ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അവനും അവൻ്റെ സന്തതികളും ശാപത്തിന് പകരം ഭൂമിയിൽ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് വാഗ്ദത്തം കൊടുത്തു. അങ്ങനെ ശാപം മാറിക്കാണും എന്ന് തോന്നുമല്ലേ? പക്ഷേ അത് കൂടുതൽ രസകരമാകുന്നതേ ഉള്ളൂ. ഇതെല്ലാം അബ്രഹാമിൻ്റെ സന്തതിയിലൂടെ സംഭവിക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഇവിടെ ശ്രദ്ധിച്ചേ, എബ്രായ ഭാഷയിൽ സന്തതി എന്ന വാക്കിൻ്റെ പദം വിത്ത് എന്നാണ്. ഒരു വൃക്ഷം വളർത്താൻ വേണ്ടി നടാവുന്ന ഒരു വിത്തിനെ വിവരിക്കാൻ ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണിത്. അതേപോലെ തന്നെ ഹവ്വയിൽ നിന്ന് വരുന്ന രക്ഷകനെ വിവരിക്കാനും ദൈവം ഇതേ വാക്ക് തന്നെയാണ്, അതായത് ഇതേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യ സാറയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. അവൾക്ക് നല്ല പ്രായവും ഉണ്ടായിരുന്നു. സാറയും സത്യത്തിൽ തേരയുടെ മകൾ തന്നെയാണ്. അവൾക്കും അപ്പൻ ഒന്നു തന്നെയാണ്, പക്ഷേ അമ്മ വേറെയായിരുന്നു. അതുകൊണ്ട് അബ്രഹാം ഒരു ഈജിപ്ഷ്യൻ അടിമയായ ഹാഗറിൽ നിന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ ഹാഗർ മിസ്രൈം വംശത്തിൽ നിന്നുള്ളവളായിരുന്നു. ആ മകന് ഇസ്മായിൽ എന്നാണ് പേര്. ഇങ്ങനെ ചെയ്തതിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അന്നത്തെ കാലത്ത് ദൈവത്തോട് നല്ല സ്നേഹമുണ്ടായിരുന്ന അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടായിരുന്ന അബ്രഹാമിനെ പോലുള്ള ആൾക്ക് പോലും പല അബദ്ധങ്ങളും സംഭവിച്ചു എന്നത് ഇത് തെളിയിക്കുന്നു. അതുകൊണ്ട് ദൈവം ഇസ്മായിലിനും അവൻ്റെ പിൻഗാമികൾക്കും ഒരു പ്രത്യേക അനുഗ്രഹം കൊടുത്തു. ഇന്നത്തെ അറബി ജനത ഇസ്മായിലിൻ്റെ പിൻഗാമികളാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഒരുപാട് അറബികൾ ഉള്ളതുകൊണ്ട് തന്നെ അത് അർത്ഥവത്വമാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം സാറയിലൂടെയായിരുന്നു വരേണ്ടിയിരുന്നത്. അവസാനം അത് സംഭവിച്ചു. ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്ക് അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ചെറുമകളായ റബേക്ക എന്ന സ്ത്രീയെ കല്യാണം കഴിച്ചു. അവർക്ക് ഏശാവ്, യാക്കോബ് എന്ന 2 ആൺമക്കൾ ജനിച്ചു. ഏശാവ് മൂത്തവനും യാക്കോബ് ഇളയവനുമായിരുന്നു. എന്നാൽ ഈ വംശാവലിയിൽ രസകരമായൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. എന്താണെന്ന് പറഞ്ഞാൽ, ആദം ഹവ്വയ്ക്ക് ജനിച്ച 3 മക്കളിൽ മരണത്തിൻ്റെ ശാപം തകർക്കുന്ന സന്തതിയെ ജനിപ്പിക്കാനായിട്ട് ഏറ്റവും ഇളയ മകനായ ഷേത്തിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. നോഹയ്ക്ക് ജനിച്ച 3 മക്കളിൽ ഇളയ മകനായ ഷേമിനെയാണ് തിരഞ്ഞെടുത്തത്. തേരഹിൻ്റെ 3 മക്കളിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മൂത്ത മകനല്ല, ഇളയ മകനായ അബ്രഹാമിനെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. അതിനുശേഷം 2ാമത്തെ മകനായ ഇസഹാക്ക്. ഏകദേശം എല്ലാവരിലും അതുപോലെ തന്നെയാണ് തുടരുന്നത്. മൂത്ത മകനായ ഏശാവിന് പകരം യാക്കോബിനെ അനുഗ്രഹിക്കുമെന്ന് ദൈവം തന്നെ വാഗ്ദത്തം കൊടുത്തു. ഇതിലൂടെ ബൈബിൾ എന്താണ് നമ്മോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ സംഭവത്തെക്കുറിച്ചുള്ള രസകരമായ കാര്യം, ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുമെന്നൊക്കെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ഏശാവിനെ അനുഗ്രഹിക്കണമെന്നതായിരുന്നു ഇസഹാക്കിൻ്റെ ആഗ്രഹം. ഇസഹാക്കിന് ഏറ്റവും ഇഷ്ടമുള്ള മകൻ ആരാണെന്ന് പറഞ്ഞാൽ ഏശാവായിരുന്നു. അന്നത്തെ കാലത്ത് പൊതുവെ ഇങ്ങനെയായിരുന്നു. മൂത്ത മകനാണ് അപ്പൻ്റെ അനുഗ്രഹവും അവകാശവും എല്ലാം എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ദൈവം ആ പ്രതീക്ഷകളെല്ലാം തലകീഴാക്കി മാറ്റി. ദൈവം പലപ്പോഴും ഏറ്റവും സാധ്യത കുറഞ്ഞ വ്യക്തിയെ തൻ്റെ ശക്തി കൊണ്ട് ഉയർത്തുമെന്നുള്ളത് ഈ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. നിങ്ങളുടെ സംസ്കാരമോ പാരമ്പര്യമോ നിങ്ങൾ ഏത് രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം എന്നുള്ളത് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറ്റാൻ ഇവൻ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ഒട്ടും വിചാരിക്കാത്ത ആളുകളിൽ ഒരാളായിരുന്നു യാക്കോബിൻ്റെ 4ാമത്തെ മകനായ യൂദ. യാക്കോബിന് ഇഷ്ടമില്ലാത്ത ഭാര്യ ലേയയിൽ നിന്ന് ജനിച്ച ഇളയവനായിരുന്നു യൂദ. യാക്കോബിന് ഇഷ്ടപ്പെട്ട ഭാര്യയായ റാഹേലിൻ്റെ മൂത്ത മകനും തൻ്റെ കുടുംബത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ഈജിപ്തിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഉയർത്തിയ യോസഫ് ഈ വാഗ്ദത്ത സന്തതിയെ കൊണ്ടുപോകുമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇല്ല, അത് യഹൂദയാണ്. ബൈബിളിലെ ഏറ്റവും വലിയ അഴിമതി ചെയ്ത് പിടിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ. എന്നിട്ടും യഹൂദയുടെ പിൻഗാമികൾ യഹൂദ ഗോത്രമായി മാറി. യേശുവും ആ ഗോത്രത്തിൽ നിന്നാണ് ജനിച്ചത്. അതുകൊണ്ടാണ് പലപ്പോഴും യഹൂദ ഗോത്രത്തിൻ്റെ സിംഹമെന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത്. അവൻ ചെയ്ത തെറ്റ് ഇതാണ്. താമാർ എന്ന സ്ത്രീ ആദ്യം യഹൂദയുടെ മൂത്ത മകൻ കല്യാണം കഴിച്ചു. അതിനുശേഷം അവൻ മരിച്ചു. അതുകൊണ്ട് അവൾ യഹൂദയുടെ 2ാമത്തെ മകനെ കല്യാണം കഴിച്ചു. അവനും പെട്ടെന്ന് മരിച്ചുപോയി.
അതുകൊണ്ട് യൂദ അവൻ്റെ ഇളയ മകൻ പ്രായമാകട്ടെ, അതിനുശേഷം കല്യാണം കഴിപ്പിച്ചു തരാം എന്ന് ഉറപ്പ് കൊടുത്തു. പക്ഷേ അത് കള്ളമായിരുന്നു. കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെ താമാർ വേശ്യയെപ്പോലെ അഭിനയിച്ച് അമ്മായിയപ്പൻ്റെ കൂടെ ശയിച്ചു. യൂദ ആ സമയത്ത് അത് അറിഞ്ഞില്ല. അവർക്ക് സന്തതി ജനിച്ചു. അവരുടെ സന്തതിയിൽ നിന്നാണ് സൽമോൻ ജനിച്ചത്. യോശുവയെയും ഇസ്രായേൽ മക്കളെയും യെരിഹോ നഗരം കീഴടക്കാൻ സഹായിച്ച ഒരു കനാന്യ വേശ്യയായ രാഹാബ് എന്ന സ്ത്രീയെ അവൻ കല്യാണം കഴിച്ചു. താമാറിനും രാഹാബിനും മുമ്പുള്ള തലമുറകളാണ് ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. മോശ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു, എന്നിട്ടും യേശുവിൻ്റെ വംശപരമ്പരയിൽ അവൻ ഇല്ല എന്നുള്ള കാര്യം അറിയാവോ? അങ്ങനെ സൽമോൻ രാഹാബിന് ബോവസ് എന്നൊരു കുഞ്ഞ് ജനിച്ചു. അവൻ റൂത്ത് എന്ന അന്യജാതിയിൽപ്പെട്ട സ്ത്രീയെ കല്യാണം കഴിച്ചു. അവർ തങ്ങളിൽ സ്നേഹിച്ചതിനെ വിവരിക്കുന്ന ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്. ഈ പ്രണയപക്ഷികൾക്ക് ഇഷായി എന്നു പേരുള്ള ഒരു മകൻ ജനിച്ചു. നിങ്ങൾ വിചാരിക്കുന്നതിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ. കാരണം ഇഷായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും, അദ്ദേഹത്തിൻ്റെ വേരുകളിൽ നിന്ന് ഒരു ശാഖ ഫലം കായ്ക്കും എന്ന് യേശയ്യാ പ്രവാചകൻ പ്രവചിച്ചു. ഇവിടെയും ഒരു വൃക്ഷത്തിൻ്റെ രൂപകമാണ് കാണിക്കുന്നത്. അതിനുശേഷം ബൈബിൾ ദൈവാത്മാവിൻ്റെ ശക്തിയിൽ ഭരിക്കുന്ന ഒരു രാജാവ് വരും എന്ന് പറയുന്നു. യഹോവയുടെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ആവസിക്കും. ആദം, ഹവ്വ, അബ്രഹാം 3 പേർക്കും വാഗ്ദത്തം കൊടുത്ത ഒരു സന്തതിയെക്കുറിച്ചാണ് ഈ വാക്യം വിവരിക്കുന്നത്. ഇതുവരെ ഒരു മനുഷ്യനും ഈ വാഗ്ദത്തം നിറവേറ്റിയില്ല. എന്തിന്? അടുത്തുപോലും വന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ സന്തതി ഇഷായ്ക്ക് ജനിക്കാൻ പോകുന്ന ഒരാളിൽ നിന്ന് വരുന്ന ഒരു വേര് പോലെ ആയിരിക്കുമെന്ന് നമ്മോട് ബൈബിൾ പറയുന്നു. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദൈവം ഇഷായിയുടെ ഇളയ മകൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. മല്ലനായ ഗോലിയാത്തിനെ കൊന്നു. ഇസ്രായേൽ ജനത്തെ ഭരിച്ചതിൽ വെച്ച് ഏറ്റവും അറിയപ്പെടുന്ന ഒരു രാജാവായി മാറിയ അതേ ദാവീദാണിത്. എന്നാൽ ദാവീദിനെക്കുറിച്ച് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദാവീദിൻ്റെ ഭരണകാലത്ത് ജീവിച്ചിരുന്ന പലരും അദ്ദേഹത്തെ ശാപം തകർക്കുന്ന ഒരു വിത്തായിട്ട് വിചാരിച്ചു കാണാൻ സാധ്യതയുണ്ട് എന്നതാണ്. എല്ലാത്തിനും ഉപരി അവൻ ദൈവത്തിൻ്റെ സ്വന്തം ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. രാജ്യം ഭയങ്കരമായിട്ട് അഭിവൃദ്ധി പ്രാപിച്ചു. പക്ഷേ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദാവീദിന് 7 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ നിന്ന് യഥാർത്ഥ സന്തതിയായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് അവൻ്റെ ഭാര്യയായ ബർഷബയിൽ നിന്നാണ് എന്നതാണ്. ഊര്യാവിനെ കൊല്ലുന്നതിന് മുമ്പ് വ്യഭിചാരം ചെയ്തത് ഈ സ്ത്രീയുമായിട്ടായിരുന്നു. അതിനുശേഷം അവൻ അവളുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. സത്യത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന യേശുവിൻ്റെ വംശാവലിയിൽ അവളുടെ പേര് പോലും പറയുന്നില്ല. അവളെ ഊര്യാവിൻ്റെ ഭാര്യ എന്നാണ് പറയുന്നത്. തികച്ചും ഞെട്ടിക്കുന്നതാണ് അല്ലേ? അതുകൊണ്ട് ദാവീദ് ഒരു മഹാനായ രാജാവായിരുന്നു, എന്നാലും വാഗ്ദത്ത വിത്ത് അവനല്ലായിരുന്നു. അതുകൊണ്ട് ദൈവം ദാവീദിനോട് വാഗ്ദത്തം പറഞ്ഞു, നിന്റെ സന്തതിയെ ഞാൻ നിന്റെ പിൻഗാമിയാക്കി ഉയർത്തും. നിന്റെ സ്വന്തം പുത്രന്മാരിൽ ഒരുത്തനെ തന്നെയാണ്. ഞാൻ അവൻ്റെ രാജ്യത്വം സുസ്ഥിരമാക്കും. എന്നാൽ ഇവിടെ മുതലാണ് 2 വംശാവലികളിലും വ്യത്യാസം വരുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമുക്ക് നോക്കാം. അബ്രഹാം മുതൽ ദാവീദ് വരെ ഈ 2 വംശപരമ്പരയും ഒരേപോലെയാണ്. എന്നാൽ ദാവീദിന് ശേഷം കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ദാവീദിന് സോളമൻ എന്നൊരു മകനുണ്ടെന്ന് മത്തായി രേഖപ്പെടുത്തുന്നുണ്ട്. അവനായിരുന്നു ദാവീദിൻ്റെ സിംഹാസനത്തിൻ്റെ അവകാശി. ദൈവം ജ്ഞാനം കൊടുത്ത ആളാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം എഴുതിയതും അവൻ തന്നെയാണ്. എന്നാൽ അവിടെ വിചിത്രമായ കാര്യം ഇതാണ്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലിയിൽ സോളമൻ രാജാവിനെക്കുറിച്ച് പറയുന്നില്ല. അതിനു പകരം നമുക്ക് അധികം പരിചയമില്ലാത്ത ദാവീദിൻ്റെ മറ്റൊരു മകനായ നാഥാനെ അതിൽ പരാമർശിക്കുന്നു. അതിനുശേഷം യോസഫിലേക്ക് എത്തുന്ന രീതിയിൽ ഒരുപാട് പേരുകൾ പട്ടികപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ആകപ്പാട് സാമ്യമുള്ളത് സെരുബാബേലിൻ്റെ പേരാണ്. ബാബിലോണിലേക്ക് തടവുകാരെ കൊണ്ടുപോയ ഇസ്രായേൽ ജനത്തെ വാഗ്ദത്ത ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നയിച്ചത് ഇവനായിരുന്നു. മത്തായിയുടെ സുവിശേഷത്തിലും സെരുബാബേലിന്റെ പേരുണ്ട്. എന്നിരുന്നാലും ദാവീദ് മുതൽ സെരുബാബേൽ വരെയുള്ള ഈ വംശാവലിയിലെ പേരുകൾ ബൈബിൾ നന്നായിട്ട് അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. സോളമൻ രാജാവിൻ്റെ സന്തതിയിലുള്ള യഹൂദയിലെ രാജാക്കന്മാരാണിവർ. പക്ഷേ മത്തായി പുസ്തകത്തിൽ സെരുബാബേലിന് ശേഷം പട്ടികപ്പെടുത്തിയിരിക്കുന്ന പേരുകൾ ഇന്ന് വരെ നമുക്ക് ആർക്കും അറിയില്ല. കാരണം ബൈബിളിൽ ഈ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അതിലും വിചിത്രമായൊരു കാര്യം ഇതാണ്, ആ സന്തതികളും യോസഫിലേക്കാണ് പോകുന്നത്. ലൂക്കോസിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന പേരുകളും യോസഫിലേക്കാണ് പോകുന്നത്. മത്തായിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന പേരുകളും യോസഫിലേക്കാണ് പോകുന്നത്. സത്യത്തിൽ ഇതെന്താണ് സംഭവം? ചിലപ്പോൾ ആർക്കെങ്കിലും തെറ്റുപറ്റിയതായിരിക്കുമോ എന്നൊക്കെ ചോദ്യം മനസ്സിൽ ഉയരുന്നുണ്ടോ? സത്യത്തിൽ അതിൻ്റെ കാര്യം ഇതാണ്, യഹൂദ ജനത്തിലുള്ളവർ പൊതുവെ അവർ ആരുടെ സന്തതിയാണെന്ന് അറിയാനുള്ള രേഖകൾ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ആളുകൾക്ക് അവരുടെ തന്നെ വംശാവലി രേഖകൾ പരിശോധിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിനകത്ത് ഒരു തെറ്റ് സംഭവിക്കാൻ സാധ്യതയില്ല. ആദ്യം മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ വംശാവലിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന പകുതി പേരുകൾ നമുക്ക് നോക്കാം. അത് ദാവീദ് രാജാവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. പുരാതന ഇസ്രായേലിലും അന്നത്തെ കാലത്തെ പല പുരാതന ഗ്രൂപ്പുകളും അവരുടെ ചരിത്ര രചനകളിൽ ചില ആശയങ്ങൾ ആശയവിനിമയം ചെയ്യാൻ ജെമാട്രിയ എന്നൊരു കാര്യം ഉപയോഗിക്കാറുണ്ട്. ഹീബ്രുവിൽ ഒരാളുടെ പേരിന് ഒരു സംഖ്യ നൽകുന്നതിന് ജൂതന്മാർക്കുണ്ടായിരുന്ന ഒരു സംവിധാനമാണ് ജെമാട്രിയ.
ഹീബ്രു അക്ഷരമാലയിലെ ഓരോ അക്ഷരത്തിനും ഒരു സംഖ്യയുണ്ട്. ഒരു വ്യക്തിയുടെ പേരിന്റെ സംഖ്യ കിട്ടാൻ വേണ്ടി അവരുടെ പേരിലെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. ദാവീദിന്റെ എബ്രായ അക്ഷരങ്ങളിലുള്ള സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 14 എന്ന സംഖ്യ കിട്ടും. ഇപ്പോൾ ഈ നമ്പറും യേശുവിൻ്റെ വംശാവലിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ, മത്തായി സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി എങ്ങനെയാണ് തുടങ്ങുന്നത് എന്ന് നോക്കിക്കേ. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അതിനുശേഷം യേശുവിൻ്റെ വംശത്തിലുള്ള എല്ലാ പേരുകളും പട്ടികപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ പേരുകളെല്ലാം പട്ടികപ്പെടുത്തിയതിന് ശേഷം മത്തായി എന്താണ് പറയുന്നത് എന്ന് നോക്കിക്കേ. ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 ആകുന്നു. 14 എന്ന സംഖ്യ ശ്രദ്ധിക്കുക. ദാവീദിന്റെ പേരിന്റെ അതേ സംഖ്യയാണത്. ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരുമെന്ന് വാഗ്ദത്തം ചെയ്ത ആ രാജകീയ വിത്താണ് യേശു എന്നത് തന്റെ വായനക്കാരെ അറിയിക്കാൻ വേണ്ടിയാണ് മത്തായി ആ വംശാവലി എഴുതിയത്. കാരണം മത്തായിയുടെ സുവിശേഷം പ്രധാനമായിട്ടും ജൂതജനത്തിന് വേണ്ടിയാണ് എഴുതിയത്. ആദമിന് പകരം അബ്രഹാമിൽ നിന്നാണ് യേശുവിന്റെ വംശാവലി ആരംഭിച്ചത്. യഹൂദജനത്തിന്റെ പിതാവായി അബ്രഹാമിനെ കണക്കാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം പ്രധാനമായിട്ടും ജാതികളായിട്ടുള്ളവരെ ഉദ്ദേശിച്ചാണ് എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വംശാവലി ലോകത്തിലെ എല്ലാ ജനത്തിന്റെയും പിതാവായ ആദമിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുന്നത്. യോസഫ് അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ പിതാവല്ല, യേശുവിന്റെ നിയമപരമായ പിതാവായിരുന്നു യോസഫ്. പക്ഷേ യേശു യോസഫിന്റെ ഭാര്യയായ മറിയ എന്ന കന്യകയിൽ ജനിച്ചുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. ലൂക്കോസ് പറയുന്ന വംശപരമ്പരയിൽ മറിയയെ പട്ടികപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും ഈ വംശാവലി സത്യത്തിൽ യേശു അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ ബന്ധപ്പെട്ടിരിക്കുന്ന മറിയയുടെ വംശാവലിയെയാണ് കാണിക്കുന്നതെന്ന് പല പണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്. ലൂക്കോസിന്റെ വംശാവലിയിൽ ഒരു സ്ത്രീകളുടെ പേരും എഴുതാത്തത് കൊണ്ടാണ് മറിയയുടെ പേരും രേഖപ്പെടുത്തിയിട്ടില്ലാത്തത്. അതുകൊണ്ടാണ് നാം വിചാരിച്ചതുപോലെ ലൂക്കോസ് ആ വംശാവലിയിൽ യേശു യോസഫിന്റെ മകനാണ് എന്ന് പറയുന്നത്. എന്നാൽ യേശുവിന്റെ വംശാവലി അവിടം കൊണ്ട് അവസാനിച്ചോ എന്ന് ചോദിച്ചാൽ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ആദ്യം ആദമിനോടും ഹവ്വയോടും അബ്രഹാമിനോടും ദാവീദിനോടും പറഞ്ഞ വാഗ്ദത്ത വിത്ത് യേശുവാണ് എന്നത് ഓർക്കുക. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഉയർന്നു വന്ന മുളയാണത്. വിത്ത്, മുള. യേശുവിനെ കുറിച്ച് പറയാനായിട്ട് ദൈവം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സസ്യരൂപങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാവോ? ഇതെല്ലാം ജീവവൃക്ഷത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. ദൈവം മനുഷ്യർക്ക് ഒരു വൃക്ഷത്തെ വാഗ്ദത്തം ചെയ്തു. അത് നിത്യജീവൻ നൽകുന്നതാണ്. പക്ഷേ മരണത്തിൻ്റെ ശാപം കൊണ്ടുവരുന്ന ഒരു വൃക്ഷം അവർ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് ഈ ജീവവൃക്ഷം തരാനായിട്ട് ഒരു പുതിയ വിത്ത് ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഈ വിത്ത് ആദ്യം മരിച്ച് നിലത്തേക്ക് പോകും. അതിനുശേഷം അത് മുളച്ച് എല്ലാ മനുഷ്യവർഗത്തിനും മരണത്തിൻ്റെ ശാപം, ഭൂതകാലം, വർത്തമാനം, ഭാവി എന്നിവ തകർത്ത് നിത്യജീവൻ നൽകും. യേശു പറയുന്ന ഒരു കാര്യം നോക്കിക്കേ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിൻ്റെ ശാഖകളും ആകുന്നു. ഒരാൾ എന്നിലും ഞാൻ അയാളിലും വസിക്കുന്നുവെങ്കിൽ അയാൾ ധാരാളം ഫലം കായ്ക്കും. രക്തത്തെയോ മനുഷ്യ നിയമങ്ങളെയോ ആശ്രയിക്കാത്ത ഒരു പുതിയ വംശാവലി യേശു സൃഷ്ടിച്ചു. ഈ പുതിയ കുടുംബം യേശുവിൻ്റെ സ്നേഹത്തിൽ വേറൂന്നിയതാണ്, നിത്യതയോളം നിലനിൽക്കുന്നതുമാണ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.